ശ്രീ രാമസിംഹൻജി, നമ്മൾക്കറിയാം അങ്ങ് 1921 നടന്ന മുസ്ലിം വർഗീയ കലാപത്തിന്റെ, ലോകം കണ്ട ഏറ്റവും മൃഗീയപരമായിട്ടുള്ള കലാപത്തിന്റെ ആ ദൃശ്യം, അതൊക്കെ ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആ രീതിയിലേക്ക് സിനിമ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ ചരിത്രം പൂർണ്ണമായിട്ട് അങ്ങേക്ക് അറിയാമെന്നുള്ളതാണ്. ഈ മലപ്പുറം, എന്റെ ഒരു സംശയമാണ് സാർ, ഈ മലപ്പുറം ജില്ല പണ്ട് കാലം മുതലേ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമായിരുന്നു. എന്റെ ജില്ല കൂടിയാണ്, എന്റെ നാട് കൂടിയാണ്, എന്റെ തലമുറകൾ പകർന്നു തന്നിട്ടുള്ള അറിവ് വെച്ച് ഇവിടെ ഭൂരിപക്ഷം ഹിന്ദുസ് തന്നെയായിരുന്നു. പിന്നീട് വാളിൻ തുമ്പ് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇവർ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് മാറിയതെന്നൊക്കെ ചരിത്രം അറിയുന്നവർക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് സാറിന്റെ ഒരു വീക്ഷണം വരുന്നത്? കാരണം ഇന്നിപ്പം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഞമ്മന്റെ ഒരു നാട്, ഞമ്മന്റെ രാജ്യമായി മാറിയിരിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രൂരമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ആ ഒരു ജനത മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് സാറിന്റെ ആ ഒരു വീക്ഷണം വരുന്നത്? മലപ്പുറം എന്നുള്ള പേര് നമുക്ക് മാറ്റി നിർത്തിയാൽ ഏറനാട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ വാക്ക്. ഏറനാടില് അതിൽ തന്നെ ഒരു ഏറാടിമാരുണ്ട്. സാമന്ത സമൂഹം മലപ്പുറത്ത് കൃഷി ചെയ്ത് ഗോക്കളെ വളർത്തി മേയിച്ച് നടന്ന ഒരു ഇടമാണ് അത് ശരിക്ക് ഏറനാട്. അതായത് ഒരു പക്ഷേ വേണമെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്ക് ഇപ്പൊ പറയുന്ന വലിയ ജാതി വ്യവസ്ഥ പറയുന്നതിന് പകരം അന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമ്പൂതിരിമാരും നായന്മാരും സമ്മേളിച്ചിട്ടുണ്ടായ സാമന്ത സമൂഹം, ആ സാമന്ത സമൂഹമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അവര് ഈ പറയുന്ന മാതിരി ക്രൂരമായിട്ടുള്ള ജന്മികളൊന്നും ആയിരുന്നില്ല, ഭക്തരായിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് ഏറിനെ അടിച്ചു നടന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഏറാടിമാരും ഈ സാമന്ത സമൂഹം ജീവിച്ചിരുന്ന ഒരു, അതായത് ഏറനാടും വള്ളുവനാടും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം, പാലക്കാട് മുതൽ നിലമ്പൂര് വരെയുള്ള ഒരു സംസ്കാരം, അത് കേരളത്തിന്റെ ഉത്തമ സംസ്കാരമായിരുന്നു യഥാർത്ഥത്തിൽ, കാർഷികമായിട്ടും മറ്റ് കാര്യങ്ങളായിട്ടും. പിന്നീട് ആധുനികരാണ് ഇപ്പൊ പറയുന്നത് അവിടെ ജന്മിത്ത വ്യവസ്ഥ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് രേഖയിൽ അവിടെ ജന്മിയകളും കുടിയാന്മാരും ഏറ്റവും സൗഹൃദത്തിൽ കേരളത്തിൽ ജീവിച്ച ഏരിയ ആയിരുന്നു ഈ പറയുന്ന ഏറനാട്, ഇപ്പോഴത്തെ മലപ്പുറം. അപ്പൊ ആ രീതിയിൽ സാംസ്കാരികപരമായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു പറഞ്ഞു കഴിഞ്ഞു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മാത്രം മതി, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഭാഷയുടെ പിതാവിന്റെ സ്ഥലം. അതേപോലെ തന്നെ നമുക്ക് ഏറനാട് വള്ളുവനാട് കൂട്ടുമ്പോൾ അതിലേക്ക് ആര് ഉൾപ്പെടും? നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ അങ്ങ് സാഹിത്യകാരന്മാര്, സംഗീതം തുടങ്ങി കേരളത്തിന്റെ കലാപരമായിട്ടുള്ള നൃത്ത കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്, നമ്മുടെ ഷൊർണൂരിലെ കലാകേന്ദ്രം പോലും അങ്ങനെയാണ് വരുന്നത്. കാരണം കലയുടെ ഒരു മേളം ഉണ്ടായിരുന്ന, മേളനം ഉണ്ടായിരുന്ന ഇടമാണ് സാംസ്കാരികപരമായിട്ട് കേരളത്തിൽ ഏറ്റവും മുന്നോട്ട്. ഇപ്പൊ നമ്മൾ ഏറാടിമാര് പോയിട്ട് അത് കഴിഞ്ഞിട്ട് സാമൂതിരി അവിടെ ഭരണത്തിൽ നിന്നപ്പോഴും നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഈ സൗത്ത് ഇന്ത്യയിലെ വേണമെങ്കിൽ ഒരു ഏറ്റവും മികച്ചു നിന്ന, സാംസ്കാരികപരമായി മികച്ചു നിന്ന ഒരു ഏരിയ. മറ്റു മാത്രമല്ല, അത് അവിടെ തന്നെയായിരുന്നു ആദ്യത്തെ തുറമുഖം ഉണ്ടായിരുന്നത്. പൊന്നാനി ഉൾപ്പെടുന്ന നമുക്ക് ഈ ഫറോക്ക് മുതൽ അങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യത്തെ തുറമുഖം, ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന, സമ്പൽ സമൃദ്ധിയിൽ ആറാടിയിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അതിന് ഉദാഹരണം ഒന്ന് മഞ്ചേരി നിലമ്പൂർ കോവിലകം എടുക്കുക. നിലമ്പൂർ കോവിലകം പോലും രാജാവ് അല്ലെങ്കിൽ മറ്റേ ഈ സാമുദ്രിയുടെ കീഴിലുള്ള ഒരു രാജാവ് എന്ന നിലയിലില്ല, പകരം ഇവരൊക്കെ ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു. അതായത് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ കീഴിലാണ് ഭൂമി ഉണ്ടായിരുന്നത്. നിലമ്പൂർ മുഴുവനും ഒരു ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു, ശിവക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നിന്ന, ഏറ്റവും മികച്ചു നിന്ന ഒരു സമൂഹമായിരുന്നു ഈ ഈ പറയുന്ന നമ്മുടെ ഏറനാട്. ആ ഏറനാടിലേക്ക് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭൂരിപക്ഷം ഉണ്ടായത് എന്ന് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ചരിത്രം എടുത്ത് നോക്കിയാൽ എവിടെയൊക്കെ ടിപ്പു സുൽത്താൻ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാം വളർന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ ക്യാമ്പുകൾ, ടിപ്പു സുൽത്താൻ റോഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ വളർന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഗുരുവായൂർ എടുക്കുക. ഇവിടെ നിന്ന് എവിടെ വരെയാണ് ടിപ്പു പോയത്? ആലുവ വരെ പോയിട്ടുണ്ട്. പോയപ്പോ എവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ വളർന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എല്ലാവർക്കും അറിയാം. നിരത്തി പിടിച്ച് വാളിന്റെ മുന്നില് സുന്നത്ത് ചെയ്ത ജാമ്യ ടീച്ചർക്ക് അക്കാര്യത്തിൽ പറയും, ഇസ്ലാം വളർന്നത് ഒരിക്കലും വിശ്വാസപരമായിട്ടുള്ള മാറ്റമായിരുന്നില്ല, പകരം വാളിന്റെ മുന്നില് മാറ്റപ്പെടുകയായിരുന്നു.
അങ്ങനെ വാളിന്റെ മുന്നിൽ മാറ്റപ്പെട്ട ഏറ്റവും വലിയ കേരളത്തിലെ ഇസ്ലാമിക സമൂഹം. അത് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അവിടെ സ്കൂൾ ഉണ്ടായിരുന്നില്ല, എന്നാൽ മദ്രസകൾ ധാരാളം ഉണ്ടായിരുന്നു. നമുക്ക് എറണാകുളത്ത് ചരിത്രം പഠിക്കുമ്പോൾ ഈ ആധുനിക വിദ്യാഭ്യാസം ഒട്ടും കൊടുത്തിരുന്നില്ല അവർ മുസ്ലിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിന് ശേഷം, ഏത് ടിപ്പു അവിടെ വന്ന് അവിടെ മതപരിവർത്തനം നടത്തിയതിനു ശേഷം അവിടെ സ്കൂൾ തുടങ്ങിയില്ല, പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നില്ല, അത് ഏറ്റവും അതായത് ഇന്നിപ്പോ നമ്മൾ പറയുന്ന ഹാർഡായിട്ടുള്ള ഇറാനിയൻ അല്ലെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യ മുമ്പുണ്ടായിരുന്ന വഹാബികളുടെ അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങള് ഏറ്റവും കൂടുതൽ അന്ന് പ്രചരിപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ പുതുതായിട്ട് വരുന്ന. എപ്പോഴും അങ്ങനെ പ്രത്യേകമുണ്ട്. ഇപ്പൊ ഞാൻ നാളെ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഹാർഡായിട്ടുള്ള മുസ്ലിം ആയിരിക്കും. ഒരു കൺവെർട്ടഡ് മുസ്ലിമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അവനാണ് ആദ്യം ബോംബ് വെക്കാൻ വേണ്ടി പോകുക. അല്ലെങ്കിൽ കാണിച്ചു നോക്കൂ, ഇപ്പൊ കേരളത്തിൽ നിന്ന് ഈ സിറിയയിലേക്ക് പോയ സ്ത്രീകളെയൊക്കെ എടുത്തു നോക്കൂ, വളരെ കുറച്ചു കാലം 3-4 മാസം കൊണ്ട് അവർ ഇസ്ലാമിനെ ആശ്ലേഷിക്കുകയും അത് പ്രകാരം പിന്നെ അവർ നേരെ പോകുന്നതിനാണ് ബോംബായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് റാഡിക്കലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് മുസ്ലിംസ്. ഇന്ന് ലെബനാന്റെ ചരിത്രം, ഞാൻ ലെബനാന്റെ നമുക്ക് ഏറ്റവും ഉദാഹരണം മലപ്പുറവും ലെബനാനെ നമുക്ക് വേണമെങ്കിൽ കൂട്ടി യോജിപ്പിക്കാം. ലെബനാൻ എന്ത് സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു, ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ലെബനാന്റെ നല്ല മനസ്സുകൊണ്ട് എന്ത് ചെയ്തു, ലെബനാനിലേക്ക് ഇതര സ്റ്റേറ്റിൽ നിന്ന് വന്ന എല്ലാ മുസ്ലിങ്ങളെയും അസ്സലാമു അലൈക്കും പറഞ്ഞ് അകത്തേക്ക് കയറ്റി വെച്ച്. എന്തായി ലെബനാൻ? ലെബനാൻ എന്ന് പറയുന്നത് ഇപ്പോഴും അറിയില്ല ലെബനാൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എന്ന്. നമ്മുടെ ആധുനിക അടുത്ത കാലത്താണ് അത് മുസ്ലിം രാജ്യമായി മാറിയെന്ന് പോലും ഈ പറയുന്ന എന്താണ് ഈ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന യുവത്വത്തിന് പോലും അറിയില്ല ഈ ലെബനാൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എന്ന്. അവിടേക്ക് അവര് സഹായിച്ചവര് അവിടേക്ക് വന്നു കയറി പിന്നെ എന്താ ഉണ്ടായത്? ഈ പറയുന്ന തീവ്രവാദം ഉണ്ടായത്. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഇപ്പൊ നമ്മൾ പ്രീണനം കൃത്യമായിട്ട് പറഞ്ഞു, ജയസൂര്യ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് പ്രീണിപ്പിച്ചത്. ഈ പ്രീണിപ്പിക്കുന്നതിന് മറ്റൊരു തലം എന്ന് പറയുന്നത് ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളത് രണ്ടാമത്തെ തലമാണ്. അതായത് അവർ ചോദിച്ചാൽ അവർ ഇവിടുത്തെ ഒരു കേസും മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ അന്വേഷണം നടത്താതിരിക്കുക. ഉദാഹരണമായിട്ട് ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ക്യാമറ വെച്ചു. ഈ നമ്മുടെ എന്താണ് എല്ലാ ചെക്ക് പോസ്റ്റിലും ക്യാമറ വെച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. മലപ്പുറത്ത് എത്ര ക്യാമറ ഉണ്ട് വെച്ചു? ഈരാറ്റുപേട്ട ക്യാമറ ഇല്ല രാമസിംഹൻജി, ഈരാറ്റുപേട്ട ക്യാമറ വെക്കില്ല, മലപ്പുറത്ത് ക്യാമറ വെക്കില്ല. നിങ്ങൾ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളും തുറന്നു പോകും, ഹെൽമെറ്റ് വെക്കാതെ 99% യാത്ര ചെയ്യുന്ന ഒരൊറ്റ ജില്ലയേ ഉള്ളൂ, അത് മലപ്പുറമാണ്. 99% 99 ഹെൽമെറ്റ് അവിടെ ഉപയോഗിക്കില്ല. കാരണം എന്താ? നിയമം അവർക്ക് ബാധകമല്ല. ഇനി വേറൊന്ന്, അപ്പൊ നമുക്കറിയാം ഇത് ഈ താലിബാനിസത്തിലേക്ക് വരുന്നതിന്റെ ഒരു ഉദാഹരണം. ഇന്ന് മലപ്പുറത്ത് പോയിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണ്, ഹോട്ടലായിട്ട് വാടകയ്ക്ക് എടുക്കാന്ന് വെച്ചു, അവിടെ വേറൊരു എഗ്രിമെന്റ് വെക്കണം. ഇത് നിങ്ങൾ വിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ പോലും റമദാൻ മാസത്തിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇത് മലപ്പുറത്തുള്ള നിലവിലുള്ള സ്ഥിതിയാണ് പറയുന്നത്. അപ്പൊ റംസാനിൽ അവിടെ തുറക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും കുടിക്കേണ്ടി, നമുക്ക് ഈ ഷുഗറിന്റെ അസുഖമുള്ളവർക്ക് പെട്ടെന്ന് പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് ആഹാരം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, നമുക്ക് വെള്ളം കിട്ടില്ല അവിടെ. പിന്നെ നമ്മൾ പോണം, മലപ്പുറം ജില്ല എന്ന് ഒരാൾക്ക് പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞാൽ വെള്ളം തരില്ല, ഒരു ജ്യൂസ് കുടിക്കാനൊന്നും പറ്റില്ല. പിന്നെ വിട്ടു പോണ അടുത്ത ജില്ലയിലേക്ക്, പാലക്കാടിലേക്ക് കയറിയാലേ നമുക്ക് എന്തെങ്കിലും വെള്ളം കിട്ടുള്ളൂ. അപ്പൊ നിയമം പതിയെ 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 എന്താ ഇസ്ലാമിക നിയമമായി ശരീഅത്ത് നിയമമായിട്ട് മലപ്പുറത്തിന് മാറി. അവിടെ നമ്മുടെ കോടതികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിനോ ഇപ്പൊ തന്നെ സംഭവിക്കുന്ന ആലോചിക്കൂ. ഈ അൻവർ സ്ക്രൂ ചെയ്യുമ്പോ ആദ്യം ചെയ്ത് അവിടുത്തെ പോലീസ് മേധാവികളെ മാറ്റി ചെയ്തതില്ല. കാരണം അവിടെ സാറിന് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണം. ക്രിമിനലുകളെ സാർ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിലനിർത്തുള്ളൂ. അവിടുത്തെ എന്ത് പോക്കത്തിലും കാണിക്കണമെങ്കിലാണ്. നമുക്കൊന്നും വേണ്ട, നമുക്ക് ഒരു 2 വർഷത്തെ പോക്സോ കേസുകൾ എടുക്കുക, മദ്രസ കേസുകൾ എടുക്കുക, 2 വർഷത്തെ. ബൈജു നമ്മൾ ചോദിച്ചാൽ വിവരാശതി തരില്ല. കാരണം അത്രമാത്രം പോക്സോ കേസുകൾ ഈ മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മലപ്പുറം ജില്ലയെ കളിയാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്തിൽ എപ്പോഴും വരുന്ന പേരേതാണ്? സ്വർണ്ണക്കടത്ത്, പിന്നെ മറ്റേ ബ്ലാക്ക് മണി, ഇതിൽ എപ്പോഴും വരുന്ന പേരാണ് മലപ്പുറം ആണല്ലോ. ഒരു സംശയം വേണ്ട.
മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് സ്വർണ്ണക്കടത്തും കാര്യങ്ങളും വരുന്ന ഈ കള്ളക്കടത്തും വരുന്നത്. പിന്നെ നമുക്കറിയാവുന്നത് കൊടുവള്ളിയാണ് കോഴിക്കോട് ജില്ലയിൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഇപ്പൊ ലബനാൻ അല്ലെങ്കിൽ ഇപ്പൊ ഹമാസ് അല്ലെങ്കിൽ എന്താ അതേപോലെ തീവ്രവാദങ്ങൾ IS എന്ന തീവ്രവാദികൾ അവരെങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റിൽ വന്നിട്ട് എങ്ങനെയാണ് അവർ ആ സ്റ്റേറ്റിനെ കീഴടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അഫ്ഗാനിസ്ഥാൻ എന്താണെന്ന് നമുക്കറിയാം. ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇന്നെന്തായി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ പറയുന്ന സമൂഹം അവിടുത്തെ എന്താണ് ഭൂരിപക്ഷമാവുമ്പോ ഇനി നമുക്ക് മറ്റൊന്നും കൂടി ചിന്തിക്കണം. മലപ്പുറം ജില്ല പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ ആവശ്യമുള്ള ഉന്നയിച്ചാണ്. മലപ്പുറം ജില്ല പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ, പക്ഷേ കരതൊട്ടിട്ടല്ലാതെ അതിർത്തി പ്രദേശങ്ങളിലല്ലാതെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിയതാണ്. ഇനി മറ്റൊരു വളരെ ഗൗരവമായ വിഷയം ഞാൻ പറയാം. ഒന്ന്, മലപ്പുറം തൊട്ട് നമുക്ക് മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെ എടുത്താൽ മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഏകദേശം തൊട്ടടുത്ത് കിടക്കുന്ന ദ്വീപ് മുസ്ലിം ഭൂരിപക്ഷമാണ്. അത് പതിയെ കർണാടക മൈസൂർ വരെ ആക്കി കഴിഞ്ഞു. അപ്പൊ സ്റ്റേറ്റിന്റെ അകത്ത് മറ്റൊരു സ്റ്റേറ്റ് എന്നുള്ള കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ആശയം നമ്മൾ വിചാരിക്കുക അത്ര ഗൗരവമുള്ളതല്ല. പക്ഷെ കട്ടിംഗ് സൗത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മലപ്പുറം ജില്ല, ദ്വീപ്, കാസർഗോഡ്, കർണാടകയുടെ മൈസൂർ വരെ ഒറ്റക്കെട്ടായി ഇവര് ഇപ്പൊ ഇന്നലെയൊക്കെ ഫേസ്ബുക്കിൽ ആഹ്വാനം വന്നു തുടങ്ങി. കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ എളുപ്പമാണ്, കാരണം നമ്മൾ അത്രയും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതി. ബാക്കിയുള്ളവർ ചിതറിക്കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഹിന്ദു ചിതറിക്കിടക്കുകയാണ്. നായരും നമ്പ്യാരും ഈ പറയുനും പുലയനുമായി ചിതറിക്കിടക്കുകയാണ്. ക്രിസ്ത്യാനിയും ചിതറിക്കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ കേരളത്തിന്റെ ഭരണം അങ്ങ് 2050 പോണ്ട, ഉടനെ നമുക്ക് ഇസ്ലാമിസ്റ്റുകൾക്ക് പിടിച്ചെടുക്കാം എന്നുള്ള ആഹ്വാനം ഇപ്പൊ വന്നു തുടങ്ങി. സത്യമാണ്. അപ്പൊ ഒരു തുഞ്ചത്തെഴുത്തത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം താലിബാനിസം വളർന്നു എന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട. അവിടെ തീവ്രവാദമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ അടുത്ത കാലത്താണ് നോർത്ത് ഇന്ത്യ എന്നൊരു പത്രസുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് ഈ മതമാറ്റ കേന്ദ്രം ഒന്ന് കാണണമെന്ന്. അവിടെ കടുപ്പിച്ചില്ല. അവരൊരു 4 കിലോമീറ്റർ മുമ്പിൽ വെച്ച് തടഞ്ഞു. 4 കിലോമീറ്റർ മുമ്പിൽ തടഞ്ഞു. എത്ര ഈ സത്യസരണി എന്ന് പറഞ്ഞൊരു ഗൂഢസംഘം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആർക്ക് പോകാൻ പറ്റും? നമുക്ക് ചില പ്രദേശങ്ങൾ ഇങ്ങനെ എടുക്കുക. ഒന്ന് മലപ്പുറം ജില്ല എടുക്കുക, സ്വാധീനമുള്ളത്. തിരുവനന്തപുരത്ത് ഒരു ഏരിയ മൊത്തം എങ്ങനെയാ? നമുക്ക് വിഴിഞ്ഞം മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പൂന്തുറ, കലാപട്ട സ്ഥലമാണ് പൂന്തുറ അല്ലെ? പൂന്തുറ ആ ഒരു ഏരിയ എടുക്കുക. ഈരാറ്റുപേട്ട എടുക്കുക. ഈരാറ്റുപേട്ടയുടെ അവസ്ഥ ഇന്നെന്താണ്? അവിടെ ആ ഈരാറ്റുപേട്ടയിലെ എല്ലാം മാറ്റണം എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മള് ഈ ഇസ്ലാമിക സമൂഹം ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയേണ്ടത്, ഈ ജനന ബോംബ്, അതാണ് ശരിക്കും പറയുന്നത്. എല്ലായിടത്തും സംഭവിച്ചത്, ലബനാനും സംഭവിച്ചതാണ്. പെറ്റി പെരുകി കൂട്ടിയതാണ്. നമ്മൾ ആരും പറയാൻ, കാരണം എന്റെ ഉമ്മ 8 പ്രസവിച്ചു, എന്റെ ബാപ്പ 2 ഉമ്മയ്ക്ക് 16 ഉണ്ട്. ആ 16 ഓരോന്നും 9ഉം 10ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യുക അടുത്തത്. അതിൽ ഏറ്റവും കുഞ്ഞുങ്ങൾ കുറവുള്ളത് ഞാൻ മാത്രമാണ്, എനിക്ക് മാത്രമാണ് 2 കുട്ടികൾ. ബാക്കിയൊക്കെ 3, 4, 5, 6, 7, 8, 9, 10 വരെയുള്ള ആൾക്കാരുണ്ട്. ഒരു പ്രദേശത്ത് പെട്ടെന്ന് അതല്ലേ എളുപ്പല്ലേ? നമ്മൾ വിചാരിക്കും ഇത് പണ്ട് നമ്മള് ഈ ചതുരംഗ കളത്തില് ഒരു കളത്തിൽ ഒരു നെല്ല് തന്നാൽ മതി, രണ്ടാമത്തെ കളത്തിൽ 2 നെല്ല് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എന്താണ് വിസ്ഫോടനം നടക്കുക. നമ്മുടെ ജനന വിസ്ഫോടനം നടക്കുന്ന ആ രീതിയിലാണ്. എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ വിസ്ഫോടനം നടന്നിട്ടുണ്ട്. ആ പ്രദേശത്ത് അവര് പതുക്കെ ആധിപത്യം സ്ഥാപിക്കുകയും അവിടുത്തെ എല്ലാ സംസ്കാരങ്ങളെയും ഇല്ലാതാക്കിച്ചു. ഇന്നിപ്പം ഈ പറയുന്ന മലപ്പുറത്ത്, ആ മലപ്പുറത്തിന്റെ പൈതൃകമായിട്ട് എന്തുണ്ട്? ക്ഷേത്രങ്ങൾ വല്ലതും ഉണ്ടോ? ക്ഷേത്രങ്ങൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ മറ്റേ 1, 2 ക്ഷേത്രങ്ങൾ ഇപ്പൊ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ക്ഷേത്രങ്ങൾ ഈ വഖഫ് നിയമത്തെ പ്രകാരം ക്ഷേത്രങ്ങൾ തന്നെ കൊണ്ടുപോകുന്ന ചരിത്രം നമുക്കുണ്ട്. അവിടെ സാഹിത്യം ഉണ്ടോ? OV വിജയന്റെ ഒരു പ്രതിമ വെച്ചിട്ട് തല്ലി തകർത്ത ആൾക്കാരല്ലേ? അപ്പം ഈ അധിനിവേശ ശക്തികളെ പോലെ തന്നെ ഈ ഒരു സമൂഹം വളർന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് തീവ്രവാദമാണ്.
അപ്പൊ അതേപോലെ ആ തീവ്രവാദത്തിന്റെ ഒപ്പം തന്നെ വരുന്ന അവിടെ നിലനിൽക്കുന്ന സാംസ്കാരിക പൈതൃകം മുഴുവൻ ഇല്ലാതാകും. ആ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു നിയമം വരും. ഇപ്പൊ മലപ്പുറം അങ്ങനെയാണ്. മലപ്പുറത്തെ തൊട്ടാൽ ഞങ്ങൾ കത്തിക്കും. അതെന്താ മലപ്പുറത്തിനെ തൊട്ടാൽ മാത്രം കത്തുന്നത്? വേറെ എത്ര ജില്ലകളുണ്ട്? ഒരു ജില്ലയെ തൊട്ടാലും കത്തുന്നില്ലല്ലോ. വേറെ എവിടെ ഇല്ലല്ലോ ഇങ്ങനെ ഒരു ചിന്ത. മലപ്പുറത്തെ കുറിച്ച് മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അവിടെ അത് ആയിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ആ അധിനിവേശം അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഞങ്ങളെ തൊട്ട വിവരം അറിയും. വേണമെങ്കിൽ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മലബാർ നീങ്ങുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ല 2 ജില്ലയാക്കണം എന്ന് പറഞ്ഞു. മലബാർ സ്റ്റേറ്റ് ആക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, ഇതെങ്ങനെ മലബാർ സ്റ്റേറ്റ് ആവും ഇങ്ങനെ പോയാലും. മലപ്പുറം ജില്ല 2 ജില്ലയാവും. 2 MLA ആയാലും 2 MP അവിടെ. ഇതൊക്കെ അപ്പൊ കേരളത്തിന്റെ ഒരു ഭൂരിപക്ഷം വരുന്ന MLA MP സൃഷ്ടിക്കാൻ മലബാറിന് കഴിഞ്ഞാൽ മലബാർ ആരുടെ കീഴിലായി? ഇസ്ലാമിന്റെ കീഴിലായി. ഒരു സംശയം വേണ്ട. കാസർഗോഡ് പോലും മലപ്പുറം വരെയും, അതേപോലെ തന്നെ ഇപ്പൊ ഗുരുവായൂര് മുസ്ലിം ഓറിയന്റേഷൻ ഉള്ള സ്ഥലമാണ്. അവിടുന്ന് അങ്ങോട്ട് പോവുക. പണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ലായിരുന്ന അടിമാലിയൊന്നും ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. അടിമാലി, അതിനിപ്പുറത്തേക്ക് മൂവാറ്റുപുഴയുടെ അവസ്ഥയൊക്കെ എന്താണ്? അങ്ങനെ ഈ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഇപ്പൊ നമ്മൾ ആരാണ് കേരളത്തിലെ എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ട് ഹിന്ദു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിന്റെ ശബ്ദം ഇല്ലാണ്ടിരിക്കുകയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മളെ കൃഷ്ണനും കുചേലനൊക്കെ പോയി തുടങ്ങിയില്ലേ? ഇപ്പൊ മിണ്ടാൻ പാടുണ്ടോ? നമ്മൾ പാടിച്ച പ്രാർത്ഥനാ ഗീതം ഇന്നിപ്പോ കേൾക്കാനുണ്ടോ എവിടേക്ക്? ഏതെങ്കിലും സ്കൂളിൽ? മലപ്പുറത്ത് ജനഗണമന എങ്ങനെയാണ് ചൊല്ലുന്നത് നമ്മൾ കേട്ടല്ലോ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു. ആ മാറ്റത്തിന്റെ ബലം ഇനി അവരെ ഭയപ്പെട്ടുകൊണ്ട് വേണം പിണറായി വിജയനും ബാക്കിയുള്ളവർ. എന്താണ് ബലം? ഈ ബലം തന്നെയാണ് അൻവറിന്റെ ബലം. ഈ മതത്തിന്റെ ബലം തന്നെയാണ് അൻവറിന്റെ ബലം. തീവ്രവാദം തന്നെയാണ് ബലം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓം നമ ശിവായ എന്നും ശാന്തി എന്നും കുരിശു വരയ്ക്കലൊക്കെ ഉണ്ട്. ഇത് താൽക്കാലികമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എന്താ പറയാ, ഈ ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാണുന്നതൊക്കെ ട്രെയിലറാണ്. ഇങ്ങനെ ഞങ്ങള് മതേതരന്മാരാണ്, എന്റെ തറവാട്ടിൽ മുഴുവൻ ഹിന്ദുക്കളാണ് ജോലികളെ, എനിക്ക് മുലപ്പാല് തന്നത് ഹിന്ദുവാണ്. അങ്ങനെ മുലപ്പാല് കൊടുത്തവരെയൊക്കെ മുല കടിച്ചു പറിച്ച ചരിത്രമാണ് ലോകത്തിനുള്ളത്. മുല കൊടുത്തവരെയൊക്കെ, അന്നം കൊടുത്തവരെയൊക്കെ ചതിച്ച് തിരിച്ച് ഇല്ലാണ്ടാക്കിയ ചരിത്രമാണ് ആ സമൂഹത്തിനുള്ളത്. അതൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇസ്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് മതം മാത്രമേ ഉള്ളൂ. ബാക്കി ജനാധിപത്യം അവിടെ ഉണ്ടാവില്ല. ആ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മലപ്പുറത്തിന് വേണ്ടിയുള്ള മോങ്ങൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.